BSNL ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തി. NREG വർക്കേഴ്സ് യൂണിയൻ കാട്ടാക്കടയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം I. സാജു ഉദ്ഘാടനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി J. ബിജു മുഖ്യപ്രഭാഷണം നടത്തി. നിലയിൽ ആത്മാർത്ഥത നമുക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ മാത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. 100 തൊഴിൽ ദിനങ്ങളെങ്കിലും ലഭ്യമാക്കാൻ വേണ്ടി കഴിയുന്ന രൂപത്തിലുള്ള അങ്ങേയറ്റത്തെ പരിശ്രമമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി ശരാശരി 70 തൊഴിൽ ദിനങ്ങളെങ്കിലും ലഭ്യമാകുന്ന ഒരു നാടായി കേരളത്തിന് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 346 രൂപയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനമായി ലഭ്യമാക്കുന്നത് എങ്കിൽ ആ വേതനം മറ്റ് സംസ്ഥാനങ്ങളിൽ ലഭ്യമാകുന്നത് ഇതിന്റെ 4/1 പോലുമില്ല എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. ഏറ്റവും ഉയർന്ന വേതനം ലഭ്യമാക്കുന്ന ഒരു നാടായി കേരളത്തെ സംരക്ഷിച്ചു നിർത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഭാഗത്ത് ഇതിനെ അട്ടിമറിക്കാൻ നീക്കം നടത്തുമ്പോ ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും പരമാവധി ഈ പദ്ധതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം ലഭ്യമാകുന്ന ഒരു നാടായി കേരളത്തിന് നിലനിൽക്കാൻ വേണ്ടി കഴിഞ്ഞത്. നാം നടത്തിയ ധീരോദാത്തമായ പോരാട്ടങ്ങളുടെ ഭാഗമായി കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഒരു ഗവൺമെന്റ് ജനങ്ങളോട് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെന്റ് ആയതുകൊണ്ട് മാത്രമാണ് എന്നുള്ളത് നാം മറന്നുകൂടാ.